പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തും. Hi all, welcome back to another video from the Nettos. This is December 2nd, മന്നം ജയന്തിയുടെ ഹോളിഡേ. പ്ലസ് നമുക്കിന്ന് 2 ഫാമിലി ഫങ്ഷൻസ് ഉണ്ട്. ആലൻ്റെ കസിൻ ലിജോയുടെ കുഞ്ഞിൻ്റെ മാമോദീസയും അവരുടെ തന്നെ വീട് പാലുകാച്ചുമാണ്. രാവിലെ 10 o'clockനാണ് പള്ളിയിലെത്തേണ്ടത്. ആലൻ രാവിലെ സിസിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. രാവിലെ ബുക്കിംഗ്സൊക്കെ എടുത്തിട്ട് ഉച്ചയ്ക്ക് ഫ്രീ ആവാനായിട്ടാണ് പ്ലാൻ. ഞാനും പിള്ളേരും ഒരുങ്ങിക്കഴിഞ്ഞാൽ ജെൻജേച്ചീനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്, വന്ന് പിക്ക് ചെയ്യാമെന്ന്. രാവിലെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകുന്നത്. എനിക്ക് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ, എന്നാലും കഴിക്കാമെന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയതാണ്. പിള്ളേർക്ക് അമ്മ വാരി കൊടുക്കുക പിന്നെ ചെയ്തത്. ഇന്ന് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ആലൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് മധുരം എടുത്താൽ മതിയല്ലോ, കറി വേണമെന്നില്ല. പുട്ട്, ഏത്തപ്പഴം ഇട്ട പുട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് അമ്മ ദേ രാവിലെ കുറച്ച് തേങ്ങയൊക്കെ തിരികെ തന്നിട്ടുണ്ട്. ഇവിടെ ലഞ്ചിനൊക്കെ അമ്മ മാത്രം ആവുന്നതുകൊണ്ട് അമ്മ ചോറ് വെക്കുന്നില്ല. ഒന്നെങ്കിൽ ഇലിയംച്ചി എടുത്തുനിന്ന് അല്ലെങ്കിൽ അമ്മയുടെ സിസ്റ്ററിൻ്റെ അടുത്തുനിന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതേ പുട്ടിനായിട്ട് അരിപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടുപൊടി കിട്ടിയില്ല കടയിൽ പോയപ്പോൾ. യൂഷ്വലി പുട്ടുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരിതരിപ്പ് ഫീലിംഗ് ഇത് കുഴച്ചപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ. ഇത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന കണക്കത്തെ മാവായിരുന്നു. എനിവേ ഞാനത് കുഴച്ച് പുട്ടുണ്ടാക്കി. ഇനിയിപ്പോൾ ഒരു 2-3 വ്ലോഗ്സ് എൻ്റെത് ലോങ് വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ. കുറച്ചധികം ഇവൻറ്റ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് വീഡിയോ എടുക്കുമ്പോഴാണല്ലോ, അത് വീഡിയോ എടുക്കേണ്ടതാണല്ലോ. ഞാൻ ഇതിൻ്റെ ഒരു റീച്ച് പോലെ തന്നെ ഐ ആം പ്ലാനിങ് ടു കളക്ട് മെമ്മറീസ്. ഇൻ ഫ്യൂച്ചർ ഈ ഡേയ്സൊക്കെ എടുത്ത് നോക്കണ്ടേ. കുക്കുനും നിലുവിനും ഒക്കെ വലുതായി കഴിയുമ്പോഴത്തേക്ക് നോർമലായിട്ടുള്ള ഡേയ്സ് കാണുന്നതിനേക്കാളും ബർത്ത്ഡേയ്സും ഫങ്ഷൻസും ഒക്കെ കാണുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ ഇനി അങ്ങോട്ടൊരു 2-3 ലോങ് വീഡിയോ ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ പറ്റുകയാണെങ്കിൽ ഞാൻ ഷോർട്സ് എടുക്കാം. എന്ന് വെച്ചിട്ട് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നല്ല കേട്ടോ, അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇന്നിപ്പോൾ നമുക്ക് ഈ 2 ഫങ്ഷൻസ് ഉണ്ട്, പിന്നെ December 3 സേറയുടെ ആദ്യ കുർബാനയുണ്ട്. അപ്പോൾ ഇതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എഡിറ്റിംഗ് ഒക്കെ കഴിയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഓരോന്നും അടുപ്പിച്ചടുപ്പിച്ച് തന്നെയല്ലേ വരുന്നത്. അപ്പോൾ ഐ ട്രൈ മൈ ബെസ്റ്റ്. അപ്പോൾ അതേ പുട്ടിന് ഞാൻ ഇന്ന് ഈ കുമ്പിള് പുട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ എടുത്തത്. എപ്പോഴും നമ്മൾ വലിയ കുറ്റിയല്ലേ എടുക്കുന്നത്. ഞാൻ ഇടയ്ക്ക് FBയിൽ ഒരു റീല് കണ്ടു. അപ്പോൾ അതിലിങ്ങനെ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഏത്തപ്പഴം അരിഞ്ഞിട്ട് പുട്ടിൻ്റെ ഇടയിൽ മാവിൻ്റെ ഇടയിൽ കുഴച്ചിട്ട് ഇതിങ്ങനെ ഇടയിലായിരിക്കും, പുട്ട് പൊടിച്ചിടുമ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും ഏത്തപ്പഴം കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റീലിനുണ്ടല്ലോ, അതിലും ചക്കയായിരുന്നു കണ്ട, പഴുത്ത ചക്ക. തേങ്ങാപ്പീരയും ആ പഴുത്ത ചക്ക ഏറ്റവും ബോട്ടമിൽ വരും. അപ്പോൾ പുട്ട് ഇതേ ഇടുമ്പോഴത്തേക്ക് മേളിലൊരു നല്ലൊരു കളറും താഴെ പുട്ടായിട്ട് വരും. അപ്പോൾ ഞാനും ഇന്ന് അത് തന്നെ അങ്ങ് ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിലും ഈ കുമ്പിളി പുട്ടായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ആദ്യം തേങ്ങ വെച്ചിട്ട് കുറച്ച് ഏത്തപ്പഴം താഴെ നിരത്തിയിട്ട് അതിന് മേലേക്ക് പുട്ടുപൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ചക്ക ഇട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്നുണ്ടായിരുന്നെങ്കിലും ഇതിപ്പോൾ ചക്കയുടെ സീസൺ അല്ലല്ലോ. അതിന് ഇനിയിപ്പോൾ April May ഒക്കെ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ലേ. അപ്പോൾ അതങ്ങ് ഏത്തപ്പഴം വെച്ച് ചെയ്യാമെന്ന് കരുതി. ഇതിനിടയിൽ ചെമ്പാവ് മാവിൻ്റെ അതുമൊക്കെ ചേർത്തിട്ട് നല്ല കളർഫുൾ ഒരു 2-3 ലെയറായിട്ടൊക്കെ ആയിരുന്നു കാണിച്ചിരുന്നത്. ഈ ചെമ്പാവിൻ്റെ പുട്ട് ചേച്ചി മേടിക്കാറുണ്ട്, ചേച്ചി മേടിക്കാറുണ്ട്. ആ പുട്ടുപൊടി മേടിച്ച് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. കളർ ചേഞ്ചുള്ള പുട്ടില്ലേ, ഒരു ഗ്രേ കളർ വരുന്ന പുട്ട്, ഐ ഹാവ് ട്രൈഡ് ദാറ്റ്. പക്ഷേ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എപ്പോഴും അരിമാവ് കൊണ്ട് അരിപ്പുട്ടാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ മീൻകറിയൊക്കെ ആണെങ്കിൽ ഗോതമ്പ് പുട്ടും ഓക്കെയാണ്. എന്തായാലും അതുകൊണ്ട് ഞാൻ അത് മേടിക്കാറില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്തു നോക്കായിരുന്നു. ഗോതമ്പിൻ്റെ ഇടയിൽ വെച്ചാൽ അതങ്ങോട്ട് ജോയിൻ ആവുമോ, ഇത് രണ്ടും ബ്ലെൻഡായി പോവോ ഇല്ലയോ എന്നൊന്നും അറിയാത്തതുകൊണ്ട് പരീക്ഷണങ്ങൾക്കൊന്നും നിന്നില്ല. പുട്ടും പഴവും കഴിഞ്ഞാൽ പുട്ടിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ പുട്ടും ഏത്തപ്പഴവും തന്നെയാണ്, പഴുത്ത ഏത്തപ്പഴം. ഇല്ലാത്ത സമയത്ത് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വന്ന് ഞാൻ തേപ്പ് പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. പള്ളിയിലേക്ക് പോകുന്നത് കൊണ്ട് എൻ്റെ ഡ്രസ്സും കുക്കുൻ്റെ ഡ്രസ്സുമാണ് തേക്കുന്നത് കേട്ടോ. നിലുവിനൊരു ടീഷർട്ടും അതിൻ്റെ പുറത്ത് മറ്റേ ജംസ്യൂട്ട് പോലത്തതോ
അത് തേക്കേണ്ട, അത് അധികം ചുളുങ്ങിയിട്ടില്ല. കുക്കുവിൻ്റെ ടീഷർട്ടുകളെല്ലാം തന്നെ ഞാൻ വളരെ നീറ്റായിട്ടാണ് മടക്കി വെക്കാറുള്ളതെങ്കിലും അവനത് ഓരോന്നെടുത്തിട്ട് ബാക്കിയെല്ലാം പുളിയുണ്ട മാതിരി ചുരുട്ടിയാണ് തിരിച്ചു വെക്കുന്നത്. എല്ലാ പരിപാടിക്കും ലേറ്റായിട്ട് എത്തുന്നു പറഞ്ഞ് കഴിഞ്ഞ ദിവസം വെഡിങ് ആനിവേഴ്സറിക്ക് ഇട്ട് വാരിയിട്ട് സിമ്പിൾ ഇത് നേരത്തെ എത്തി. 10-15 മിനിറ്റ് മുമ്പേ ആൾ പള്ളിയിലെത്തി. അതുകൊണ്ട് തന്നെ ചേച്ചി സിമ്പിളിനെ പറഞ്ഞു കേട്ടോ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി റെഡിയായി ചേച്ചിയിലേക്ക് പോയി. 10 മണിയെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും അച്ഛൻ വന്നപ്പോൾ താമസിച്ചതുകൊണ്ട് 10:30 ബാപ്റ്റിസം തുടങ്ങിയപ്പോഴത്തേക്ക്. ഇതെല്ലാം ഇന്നലെ നൈറ്റ് ഞങ്ങളൊക്കെ തിരിച്ചു വന്നിട്ടും സിമ്പിളിൻ്റെ അവിടെ തന്നെയാണ് നിന്നത്. അപ്പോൾ അവരൊരുമിച്ചാണ് ചേർച്ചിലേക്ക് വന്നിരിക്കുന്നത് ബാപ്റ്റിസം കാണാം. നിങ്ങളുടെ കുഞ്ഞിന് എന്ത് പേര് വേണം? SU ആൽഫ്രഡിന് വേണ്ടി നിങ്ങൾ തിരുസഭയുടെ എന്താണ് അഭ്യർത്ഥിക്കുന്നത്? SU ആൽഫ്രഡ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തും. അങ്ങനെ പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക്. ഈ വീടിൻ്റെ പാല് കാച്ചും ഇന്ന് തന്നെയാണ് കേട്ടോ. ലിജോ ഡാഡയുടെ അലൻ്റെ പപ്പയുടെ പെങ്ങളുടെ മകനാണ്. അവരുടെ തന്നെ വീടാണിത്. എന്നാൽ പിന്നെ നമുക്കിനി ഒരു ക്രിസ്ത്യൻ പാല് കാച്ച് കാണാം. മേസ്ത്രിയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി അച്ഛൻ നമ്മുടെ ദൈവത്തിൻ്റെ രൂപവും പടവും ഒക്കെ ഊതി അത് സ്ഥാപിച്ചതിന് ശേഷം വീട് ഊതിക്കഴിഞ്ഞാണ് നമ്മൾ പാല് കാച്ചുന്നത്. അങ്ങനെ പാല് കാച്ചി കഴിഞ്ഞപ്പോഴേക്ക് മണി 12 നിലു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചേ കഴിച്ചുള്ളൂ, ഒരു 5-6 പിടി പുട്ടേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ കുറച്ച് ചോറെടുത്ത് അവന് വാരി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാനും കഴിച്ചായിരുന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഐസ്ക്രീം എടുത്തത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരു റൂമിൻ്റെ അകത്ത് കയറിയിരുന്ന സൊറ പറച്ചിലായിരുന്നു. ഇത് ദ ഡേവിഡ് സൈഡ് ഓഫ് ഫാമിലിയാണ്, അതായത് ഡാഡയുടെ സൈഡ്. ജോണങ്കിളിൻ്റെ ഫാമിലിയൊക്കെ ഓരോരോ റൂമിലായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അടുത്ത പരിപാടിയുടെ പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം സമയം പോയി. ഡാഡയുടെ തന്നെ മറ്റൊരു സിസ്റ്ററാണ്, സിസ്റ്ററിൻ്റെ മടിയിലാണ് ജാക്കി കിടക്കുന്നത്. അത് മോളിയാൻ്റിയാണ്. മോളിയാൻ്റി കല്യാണം കഴിച്ച് പോയത് ജയ്പൂരിലേക്കാണ്. ദാസങ്ങളും മോളിയാൻ്റിയും സ്വീറ്റിയും വന്നിട്ടുണ്ട്, അവരുടെ മകളും. സ്വീറ്റി ഞങ്ങളുടെ ഒപ്പം വീട്ടിൽ സ്റ്റേ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ദാസങ്ങളും മോളിയാൻ്റിയും പുലിച്ചിറയിൽ ആങ്ങളയുടെ കൂടെ പെങ്ങളും ഹസ്ബൻഡും നിൽക്കാമെന്ന് തീരുമാനിച്ചു. എൻ്റെ വീഡിയോസിനൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഐഡിയകളൊക്കെ പറഞ്ഞു തരുന്നത് അളിയനാണ് കേട്ടോ. അളിയനൊരു വെറൈറ്റി പിടിച്ചതാണത്. അത് കഴിഞ്ഞ് ഞാൻ ദാസങ്ങൾ കഴിക്കുന്നത് എടുത്തതിന് മനഃപൂർവ്വം അത് കാണിച്ചതാണ്. ആൻഡ് എവ്രിബഡി വാസ് എൻകറേജിങ് ഹിം. അങ്ങനെ ഈ 2 പേര് ഇപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കത്തില്ല കേട്ടോ.
ആലൻ സിസിജിയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു 11-11:30 ഒക്കെ ആയി. ഇവിടുത്തെ പാലുകാച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിലെത്തിയത്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ജാക്കിനെയും കൊണ്ട് പോരുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഇപ്പോൾ വേണ്ട, ഇവിടുന്ന് പാക്ക് ചെയ്തെടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടിരിക്കുക, പോയി കഴിച്ചാൽ മതിയെന്ന്. ഇത് ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് പോസ് ചെയ്തതാണ്. ആലൻ്റെ ഫാദറിൻ്റെ പേര് ജോസഫ് നെറ്റോ എന്നാണ്. ആലൻ്റെ ഫാദറിൻ്റെ ഫാദർ ഡേവിഡ് നെറ്റോ. അതാണ് നെറ്റോസ് അല്ലെങ്കിൽ ഡേവിഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫാമിലി ഗ്രൂപ്പ്. അങ്ങനെ എല്ലാവരെയും പിറക്കി കൂട്ടി ഒരുവിധം അടുക്കിയൊക്കെ നിന്ന് കഴിഞ്ഞ് എനിക്കൊരു ഫോട്ടോ എടുക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ ഇനി പറ്റത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഫോൺ അവിടെ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് ഞാനും ക്യാമറാമാനുമായിട്ട് ഇവിടെ പലപ്പോഴും ക്ലാഷ് നടന്നിട്ടുണ്ട്, പാല് കാച്ചുന്ന കലത്തിൻ്റെ അടുത്തും അല്ലാതെയൊക്കെ. ഇപ്പോൾ ഏത് പരിപാടിക്ക് പോയാലും അങ്ങനെയാണ്. ഞാനും എൻ്റെ ക്യാമറയും നമ്മുടെ വ്ളോഗിൽ എടുക്കേണ്ടത് കൊണ്ട് പരിപാടിയുടെ ഒറിജിനൽ ക്യാമറ മീനുവിനും പിന്നെ എൻ്റെ ക്യാമറയുമായിട്ട് ക്ലാഷസ് ആണ്. ഇതാണ് നമ്മുടെ പുതിയ മെമ്പർ ഇസിയോ ആൽഫ്രഡ്. ഇസിയോ മീൻസ് ഈഗിൾ. ഇത് അളിയൻ്റെ തന്നെ ഒരു ഐഡിയ ആണ്. നമുക്ക് വാവ എന്താ കാണുന്നതെന്ന് നോക്കാമെന്നും പറഞ്ഞിട്ട് ക്യാമറ തൊട്ടിൽ വെച്ചിട്ട് വാവ എന്താ കാണുന്നതെന്നാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളെല്ലാവരും കൊഞ്ചിക്കുമ്പോൾ. അതൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങ് വീട്ടിലേക്ക് പോരുന്നു. കുറേ നേരം ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഞാൻ എണീറ്റതിൻ്റെ കൂടെ തന്നെ നിലുവ് എണീറ്റു. ആലനും സ്വീറ്റിയൊക്കെ നല്ല ഉറക്കം. അമ്മയാണെങ്കിൽ പിരിവിന് പോവുകയും ചെയ്തു. അപ്പോൾ അവൻ ഇനി ബാക്കിയുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഞാൻ അവിടെ കേരള ടൂറിസത്തിൻ്റെ, ഞാൻ എപ്പോഴും പറയുന്നത് അപ്പൂസ് ബിഗ് ഫ്രണ്ട് എന്ന് പറയുന്ന വീഡിയോ ഇട്ട് കൊടുത്തു. ആ വീഡിയോ കേരള ടൂറിസത്തിന് ഉണ്ടാക്കുന്ന ലാഭം എത്രയാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഡെയിലി ഒരു 10-12 പ്രാവശ്യമെങ്കിലും വീഡിയോ ഇവിടെ ഇടുന്നുണ്ട്. എന്നിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാഞ്ഞതല്ല, ഒരു 3-4 ദിവസമായി പഴംപൊരി ഉണ്ടാക്കിയിട്ട്. ഇപ്പോൾ അവർക്ക് സിസിജിയിൽ സീസൺ ആയതുകൊണ്ട് ആലൻ വൈകിട്ട് ടീ ടൈമിൽ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. ആലൻ ഇല്ലല്ലോ. പിള്ളേർക്ക് അതുകൊണ്ട് ഏത്തക്ക അരിഞ്ഞ് ബൂസ്റ്റ് ഇട്ട് അല്ലെങ്കിൽ കാടമുട്ട പുഴുങ്ങിയും അങ്ങനെയൊക്കെയും കൊടുക്കും. പഴംപൊരി ഉണ്ടാക്കുന്നത് ഇപ്പോൾ കുറവാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഗസ്റ്റല്ല സ്വീറ്റ് ഇവിടെ ഉള്ളതല്ലേ, അപ്പോൾ അവൾക്ക് പഴംപൊരി ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഒരു 2 ഏത്തപ്പഴം എടുത്തിട്ട് ഒരു 6 പഴംപൊരി അങ്ങ് ഉണ്ടാക്കിയെടുക്കുക. ഇന്നിപ്പോൾ കുറേ ദിവസം കൂടിയിട്ട് ആലനും ഉണ്ടല്ലോ വൈകിട്ട്. ഈ ഓഡിയോ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് സാറ്റർഡേ 12 o'clock കഴിഞ്ഞിട്ടാണ്. ഇവിടെ എല്ലാവരും നല്ല ഉറക്കം. വീട്ടിലാൾ കൂടുതലായതുകൊണ്ട് എനിക്ക് നല്ല ഉച്ചത്തിൽ സംസാരിക്കാൻ ഒരു മടി. കഥവൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വോളിയം കൂട്ടി ഒന്ന് കേട്ട് സഹകരിക്കണം. നമുക്ക് ഒരുമിച്ച് ഇതൊരു വഴിക്ക് എത്തിക്കാം. അപ്പോൾ എന്തായാലും എപ്പോഴത്തെയും പോലെ തന്നെ പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഞാൻ പഴംപൊരി മുരിച്ചെടുത്തു. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി പറഞ്ഞ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓരോ മെസ്സേജിനും റിപ്ലൈ ചെയ്യണം എന്നെനിക്കുണ്ടെങ്കിലും ഇവിടെ കംപ്ലീറ്റ് പരിപാടികളാണ്, ബിസിയാണ്, നല്ല രീതിയിൽ തിരക്കുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു കമൻറ്റ് അങ്ങ് പിൻ ചെയ്തത്, ലൈക്ക് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ വിഷസ് എന്നും പറഞ്ഞിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് 2 ദിവസമായി. പക്ഷെ എന്നിട്ടും അതിനെനിക്ക് ഓഡിയോ ആഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. ഇന്നലെ രാത്രിയൊക്കെ, അതായത് ഞാൻ ഇപ്പോൾ ഓഡിയോ ആഡ് ചെയ്യുന്ന മൊത്തം കൺഫ്യൂഷനാക്കുക ഞാനിപ്പോൾ ഇത് പറഞ്ഞു കേട്ടോ. ശനിയാഴ്ചയാണ് ഞാനിപ്പോൾ ഈ ഓഡിയോ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച സേറമോളുടെ ആദ്യ കുർബാനയായിരുന്നു. ഇവിടെ വമ്പൻ ബോക്സ് വെച്ച് പാട്ടൊക്കെ ഇട്ട് പരിപാടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഓഡിയോ ആഡ് ചെയ്യാൻ പറ്റിയില്ല. 10-12 മണി വരെ നല്ല ബഹളമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയൊക്കെ ഓഡിയോ ആഡ് ചെയ്താലും നമ്മുടെ തൊട്ടടുത്തല്ലേ പാട്ട് ഇവിടെ കേൾക്കും. അപ്പോൾ പിന്നെ അതിന് എന്തെങ്കിലും കാരണം കൊണ്ട് വല്ല കോപ്പിറൈറ്റും വരികയും ചെയ്യും. പാട്ടിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടാലും കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മെനക്കേടാ, വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ദിവസം സ്കിപ്പ് ചെയ്യാമെന്ന്. അതാണ് കേട്ടോ ഒരു ദിവസം സ്കിപ്പ് ചെയ്തത്. മാക്സിമം എല്ലാ ദിവസവും എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ ശ്രമിക്കാറുണ്ട്. ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ. മുമ്പ് എങ്ങനെയൊക്കെ ആയിരുന്നു, ഡെയിലി ഒരു 3 ഷോർട്സ്, ഒരു വീഡിയോ, ഒരു ലോങ് വീഡിയോ. എന്നെ ഐ വാസ് റിയലി എക്സോസ്റ്റഡ്. ഇപ്പോൾ അത് ആലോചിക്കുമ്പോഴത്തേക്ക് ഒരു വാശിപ്പുറത്തങ്ങ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം അതിനനുസരിച്ച് റവന്യൂ വരുന്നത് കുറയുന്നുണ്ട് കേട്ടോ. മുമ്പ് ഡെയിലി ഓരോ വീഡിയോ ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് 1K വ്യൂസ് ആണെങ്കിലും $1 കിട്ടുമായിരുന്നു. ഇപ്പോൾ ഡെയിലി ഇല്ലല്ലോ. എന്നാലും ഇതാ ബെറ്റർ. ലൈക്ക് നിങ്ങൾക്കും എന്നെ കണ്ട് മടുക്കത്തില്ല, ബോറടിക്കത്തില്ല. ഞാനും എക്സോസ്റ്റഡ് ആവത്തില്ല. നമ്മൾ പപ്പാഞ്ഞിനെ കെട്ടി നിർത്തി കത്തിച്ച ആ ഒരു മുളയാണ് അവിടെ നിൽക്കുന്നത്. അതിപ്പോൾ കാണാനായിട്ട് നല്ലൊരു വൈബുണ്ടല്ലേ, ഒരു കമ്പ് അങ്ങനെ നിൽക്കുന്നത്. സൺസെറ്റ് ഞാൻ അത്രേ എടുത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ പുള്ളിക്കാരൻ ക്ലൗഡിൻ്റെ ഇടയിലേക്ക് പോയായിരുന്നു. പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കി റെഡിയായെങ്കിലും ബാക്കി ഒരു മനുഷ്യൻ എഴുന്നേറ്റിട്ടില്ല. ഞാനും എൻ്റെ നിലിമയും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇരുന്ന് കഴിക്കാനായിട്ട്.
ഈ 1ാം സ്ഥലം 2ാം സ്ഥലം അങ്ങനെ 14 സ്ഥലങ്ങൾ സിലോപാതയ്ക്ക് പഠിക്കുന്ന കണക്കാണ് ഇവൻ എന്തെങ്കിലും കൊടുക്കുന്നത്. അത് അമ്മയ്ക്ക് അതിനനുസരിച്ചുള്ള ക്ഷമയുള്ളൂ. എനിക്കതില്ലെങ്കിലും ഇവനൊന്നും കഴിക്കത്തില്ലല്ലോ, കഴിക്കുന്നില്ല ഇപ്പം. വയ്യാത്തത് കൊണ്ട് തന്നെ ഇൻടേക്ക് കുറവാണ്. ടെമ്പറേച്ചർ കുറഞ്ഞു കേട്ടോ, പനി നന്നായിട്ട് കുറഞ്ഞെങ്കിലും ചുമയുണ്ട്. അവൻ്റെ സൗണ്ട് ഇതുവരെ ശരിയായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കഴിക്കുന്നത് കുറവാണ്. അപ്പോൾ പിന്നെ മെനക്കെടാന്ന് കരുതി ഏകദേശം ഒരു 3/4 മണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടാണ് ഒരു പഴംപൊരി മൊത്തവും ഞാൻ അവൻ്റെ വയറ്റിനകത്ത് ആക്കിയത്. ഇതാകുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതാണ് സംഭവം. ദേ പോണു ക്ലൗഡിൻ്റെ ഇടയിലേക്ക്. കഴിഞ്ഞൊരു 2-3 ദിവസം നല്ല അടിപൊളിയായിട്ട് സൺസെറ്റ് കിട്ടി. ഇന്നെന്തായാലും ഫ്ലോപ്പിൽ പോയി. അങ്ങനെ ആ ഒരു പഴംപൊരി അവൻ്റെ വയറ്റിലാക്കിയപ്പോഴത്തേക്ക് എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഞാൻ നല്ല രീതിക്ക് കുഴഞ്ഞു. അതുമല്ലെങ്കിലും ക്ഷീണമാണ്. ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും ക്ഷീണമാണ്. എന്താണെന്നറിയത്തില്ല. ഒരു സങ്കടവും ഉണ്ട് കേട്ടോ. ക്രിസ്മസ് കഴിയുമ്പോൾ എപ്പോഴും വരുന്നൊരു സങ്കടമുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞു പോയല്ലോ എന്നോർത്തിട്ടുള്ളൊരു സങ്കടം. അത് കുറച്ചൊക്കെ മാറുന്നത് വെഡിങ് ആനിവേഴ്സറി ആകുമ്പോഴത്തേക്കാണ്. അല്ലെങ്കിൽ എന്ത് ചുമ്മാ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാൽ മതി. പിറ്റേ ദിവസം ആകുമ്പോൾ എനിക്ക് അയ്യോ ഇന്നലെ ആയിരുന്നെങ്കിലും എന്നിങ്ങനെ തോന്നിപ്പോവും ഒറ്റയ്ക്ക് ഇവിടെ കുത്തിയിരിക്കുമ്പോൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വീറ്റ് എണീറ്റ് വന്നു. അവളും ചായയും പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ ഇരിപ്പ് അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു. സേറമോളുടെ വീട്ടിൽ അവിടെ അതേ പന്തലൊക്കെ റെഡിയാവുന്നുണ്ട്. നേരത്തെ ഒരു ഫ്രെയിമിലും ആ പന്തൽ വന്നെന്ന് തോന്നുന്നു. മൊത്തം അങ്ങോട്ട് ആയിട്ടില്ലെങ്കിലും റെഡിയാവുന്നുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആലൻ എത്തി. ആലനുള്ള ചായയും പഴംപൊരിയൊക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ആലനും ജാക്കിയും കൂടെ പതുക്കെ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി ജാക്കിയുടെ വൈഫിനെയും സിബീനെയും ഒക്കെ വിളിച്ചിട്ട് പിള്ളേരും ഒക്കെ ആയിട്ട് നടന്നു പോകാമെന്ന് കരുതി പാലുകാച്ച വീട്ടിലേക്ക്. അങ്ങനെ മന്ദം നടന്നിട്ട് ആറ്റുകാലിലെ സ്റ്റാറും പുൽക്കൂടും ഒക്കെയാണ് കേട്ടോ കാണിച്ചത്. ഇതുമൊക്കെ ജാനുവരി 12 3 രാജാക്കന്മാരുടെ പെരുന്നാൾ വരെ ഉണ്ടാവും. ഇവിടെ വന്നപ്പോഴത്തേക്കും അമ്മയും ദാസങ്ങളും മോളിയൻ്റെയൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. ചേച്ചിയും പിള്ളേരും എത്തിയിട്ടില്ല. ബൈ കുക്കുവിനെ കാണാതിരുന്നത്. കുക്കുവിന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും അവൻ ചാടിക്കയറി പുലിച്ചിറയിലോട്ടല്ലേ പോകത്തുള്ളൂ. അവൻ ചേച്ചിയൊക്കെ ഇവിടുന്ന് പോയപ്പോൾ അവരുടെ കൂടെ പോയിട്ടുണ്ട്. അവിടെ പോയി ഉറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഉറങ്ങിയൊന്നും ഉറങ്ങത്തില്ല. അവിടെ പോയി കിടന്ന് ബഹളം വയ്ക്കാനാണ് അങ്ങോട്ട് പോയത്. ഇവിടെ വന്ന് ഖാന കേലിയെ കുച്ചുമിലേക്ക തപ്പിയപ്പോഴത്തേക്ക് കുറച്ച് അലവയും കേക്കും ചിപ്സും പഴവും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പവും ചപ്പാത്തിയൊക്കെ റെഡിയായി, കറി റെഡി ആയിട്ടില്ല. സോ അതിന് വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ മേളിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് ഇതേ ഇവിടെ 2 കക്ഷികൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ എപ്പോഴും നടക്കുന്ന പോലെ വെള്ളവും വള്ളം കളിയൊക്കെ നടക്കുന്നു. പിന്നെ കുറച്ച് നേരം സൊറയും പറഞ്ഞിരുന്നിട്ട് രഞ്ജേച്ചിയും കുട്ടികളൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ കഴിക്കാനെടുത്തത്. ബന്ധം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആലൻ്റെ ഫാദറിൻ്റെ ഒരു സിസ്റ്ററിൻ്റെ മക്കളാണ് ഇവരെ 2 പേരും. ലെനിയാൻ്റെയുടെ മക്കൾ ലിജോയും ലിഡിയയും. അമ്മു തിരിച്ചു പോവുകയാണ് കേട്ടോ. അമ്മു എന്നാണ് വിളിക്കുന്നത്. അമ്മു തിരിച്ചു പോവുകയാണ് കേട്ടോ. ലീവില്ല അവൾക്ക്. നാളെ എന്തോ എക്സാം ഉണ്ട്. രാത്രിത്തെ വണ്ടിക്ക് പോവുകയാണ്. മറ്റൊരു സിസ്റ്ററാണ് ഞാനിപ്പോൾ പറഞ്ഞ ജയ്പൂരിൽ നിന്ന് വന്ന മോളിയാൻ്റി. നിലൂനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ മരുന്നും കൊടുത്ത് അമ്മയുടെ കൊടുത്തിട്ട് അവിടെ ഉറങ്ങുന്നെങ്കിൽ ഉറങ്ങട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിള്ളേരെ ആരെങ്കിലുമൊക്കെ കടിക്കും പറയുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ അങ്ങനെയാണ്. അടി കൊടുത്താലും ഞാൻ ചുണ്ടിനിട്ട് തെറിപ്പിച്ചാലും എല്ലാം എന്തോ സ്നേഹം കൂടുമ്പോഴാണോ ദേഷ്യം വരുമ്പോഴാണോ എന്നൊന്നും അറിയത്തില്ല. ഇതിപ്പോൾ ഇട്ടുവിനെ കടിച്ചിട്ട് ജാക്കി വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന്. 10-12 മണി വരെ കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് ഒരാളങ്ങ് വാവയായിട്ട് ഭയങ്കര ക്ലോസ് ആയി കേട്ടോ. വാവനെ തൊട്ടാൽ മതി, ഇങ്ങനെ കൈ വെച്ച് തൊട്ടുകൊണ്ടിരുന്നാൽ മതി. കടിക്കുമെന്നുള്ള പേടി എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ഞാനവിടെ അടുത്ത ആ പരിസര പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. 12 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഓരോരുത്തരായിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. നാളെ ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ബാപ്റ്റിസവും പാലുകാച്ചും ഒക്കെ ഞങ്ങളുടെ കൂടെ കൂടി എല്ലാവർക്കും കൊച്ചിൻ്റെ അപ്പൻ്റെ വകയും എൻ്റെ വകയും താങ്ക് യു സോ മച്ച്. സീ യു ദെൻ.